ചാലിയാറിൽ തിരച്ചിലിനായി പോയി വനത്തിൽ കുടുങ്ങിയ സന്നദ്ധ പ്രവർത്തകർ ഇപ്പോഴും വനത്തിൽ തുടരുന്നു. ചാലിയാറിൽ കുത്തൊഴുക്ക് വർദ്ധിച്ചതിനെ തുടർന്ന് 14-അംഗ സംഘമാണ് കാട്ടിൽ കുടുങ്ങിയത്. സൂചിപ്പാറ ഭാഗത്തോട് ചേർന്നാണ് നിലവിൽ സംഘമുള്ളത്. കനത്ത മഴയാണ് ഇന്നലെ ചൂരൽമലയിലടക്കം പെയ്തത്. പുഴയിൽ വെള്ളം കൂടുതലാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഇവിടെ ഒരു കാപ്പിത്തോട്ടം കണ്ടിട്ടുണ്ട്, പിന്നെ പുഴൻ്റെ അപ്പുറത്ത്. അപ്പോൾ അവിടെ നിൽക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് കേട്ടോ. വിശദാംശങ്ങൾ മുബഷീർ, നിലവിൽ ഇവർ സുരക്ഷിതരാണെന്നുള്ള വിവരമല്ലേ ലഭിക്കുന്നത്? ചാലിയാറിൽ കുത്തൊഴുക്ക് വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ തുടർന്ന് ഈ സംഘം ഇവിടെ കുടുങ്ങിയെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ഏത് ഭാഗത്താണ് ഇപ്പോൾ ഇവർ ഉള്ളത്? നിലവിൽ ചാലിയാർ പുഴയ്ക്ക് അപ്പുറത്ത്, അതായത് ഇരുട്ടുകുത്തി കോളനിയും കുമ്പളപ്പാറ കോളനിയും കഴിയ കിലോമീറ്ററുകൾ താണ്ടി സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന് സമീപത്താണ് ഈ 14-അംഗ സന്നദ്ധ പ്രവർത്തകർ കുടുങ്ങിക്കിടക്കുന്നതെന്നാണ് ഇതുമായി ബന്ധപ്പെട്ടവരുടെ സംഘടന വ്യക്തമാക്കുന്നത്. STPയുടെ 14 പ്രവർത്തകരായിരുന്നു ഇന്നലെ രാവിലെ ജനകീയ തെരച്ചിലിന്റെ ഭാഗമായി ചാലിയാറിന്റെ തീരങ്ങളിൽ തിരച്ചിലിനിറങ്ങിയിരുന്നത്. 200 അംഗ ദൗത്യ സംഘമായിരുന്നു ഇന്നലെ മൊത്തം തിരച്ചിലിനായി അവർ മേഖലയിലെത്തിയിരുന്നത്. തുടർന്ന് ഉച്ചയോടുകൂടി പുഞ്ചിരിമറ്റം അതുപോലെ തന്നെ അട്ടമല, ചൂരൽമല ഭാഗങ്ങളിൽ ശക്തമായ മഴ പെയ്തതിനെ തുടർന്ന് പുന്നപ്പുഴയിലൂടെ ശക്തമായ കുത്തൊഴുക്കുണ്ടാകുന്നു, മലവെള്ളപ്പാച്ചിലുണ്ടാകുന്നു. ഇത് ചാലിയാർ പുഴയിലേക്കും എത്തി. വെള്ളം ഒലിച്ചു വന്ന് പുഴയിൽ ജലനിരപ്പ് ഉയർന്ന പശ്ചാത്തലം ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അതോടുകൂടിയാണ് മറുകരയിലെത്തിയ ഈ ആളുകൾ ഏകദേശം തിരിച്ചു വരാൻ നേരം ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ഇപ്പുറത്തേക്ക് എത്താൻ സാധിക്കാതെ അവിടെ കുടുങ്ങിപ്പോയത്. എന്തായാലും അവർ സുരക്ഷിതരാണ്. ഏറ്റവും ഒടുവിൽ ഇതുമായി ബന്ധപ്പെട്ടവരുടെ സംഘടനാ ഭാരവാഹികളുമായി സംസാരിക്കുമ്പോൾ അവർ വ്യക്തമാക്കുന്നത്, ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു. 14 പേരിൽ ഒരാളെ അല്പസമയം മുമ്പ് ഫോണിൽ കുറച്ചു സമയം കിട്ടിയിട്ടുണ്ട്. റേഞ്ചിന്റെ ഒരു പ്രശ്നം ആ ഒരു മേഖലയിലുണ്ട്. അയാളോട് സംസാരിച്ചിട്ടുണ്ട്. സുരക്ഷിതരാണ്. പുഴയിൽ വെള്ളം കുറഞ്ഞു വരുന്നുണ്ട്. താരതമ്യേന ഇന്നലത്തേതിനൊക്കെ അപേക്ഷിച്ച് വെള്ളം കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ വരും മണിക്കൂറുകളിൽ ഒന്നുകൂടെ കുറഞ്ഞു കഴിഞ്ഞാൽ അല്പസമയത്തിനുള്ളിൽ തന്നെ അവർക്ക് പുഴയ്ക്ക് മറുകരയിലെത്തി സുരക്ഷിതമായി എത്തിച്ചേരാൻ സാധിക്കുമെന്നുള്ളതാണ് ഇവർ അറിയിച്ചിട്ടുള്ളത്. മുണ്ടേരി പോലീസിൽ ഇതുമായി ബന്ധപ്പെട്ട് അധികൃതർ കഴിഞ്ഞ ദിവസം പരാതി നൽകിയിരുന്നു. അതേസമയം പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കുന്നത് കഴിഞ്ഞ ദിവസം തന്നെ ഇവരോട് തിരിച്ചു പോരാൻ പറഞ്ഞതാണ്. അതായത് വെള്ളം കയറുന്നതിന് മുൻപ് തന്നെ തിരിച്ചു പോരാൻ പറഞ്ഞതാണ്. പക്ഷേ അത് അനുസരിക്കാതെ അല്ലെങ്കിൽ അത് കേൾക്കാതെയാണ് അവർ ആ വിധത്തിൽ അതിനുള്ളിലൂടെ കടന്നുപോയത്. അതുകൊണ്ടായിരിക്കാം അവിടെ അകപ്പെട്ടത് എന്നുള്ളതാണ് പോലീസ് ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത്. എന്തായാലും അവിടെ കുടുങ്ങി എന്ന് പറയപ്പെടുന്ന 14 പേരും നിലവിൽ സുരക്ഷിതരാണ് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. പുഴയിൽ ഒഴുക്കും കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഏകദേശം ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ അവർക്ക് സുരക്ഷിതരായി കരയിലേക്ക് എത്താൻ സാധിക്കുമെന്നുള്ളതാണ്. സുബൈ, ചാലിയാറിൽ തിരച്ചിലിനായി പോയ 14-അംഗ സംഘമാണ് വനത്തിൽ കുടുങ്ങിയിരിക്കുന്നത്. പുഴയിലെ കുത്തൊഴുക്ക് വർദ്ധിച്ചതിനാൽ അവരിപ്പോഴും മറുകരയിൽ തന്നെ തുടരുന്നു എന്നാണ് മുബഷീർ പി അക്ബർ നൽകിയ വിശദാംശങ്ങൾ.